കേരളത്തിലെ ഭൂമിയുണ്ട്. ആ ഭൂമിക്ക് പട്ടയമില്ലാത്തതിൻ്റെ പ്രശ്നം വലിയ തോതിൽ ആളുകൾ നേരിടുകയായിരുന്നു. ആ പട്ടയം ഈ 8 വർഷം നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ 3,57,000 പട്ടയങ്ങളാണ് നൽകിയത്. LDF സർക്കാർ നല്ല രീതിയിൽ ആ പട്ടയ വിതരണം നടന്നിരിക്കുന്നു. ഇനിയും കൊണ്ട് കുറച്ച് ബാക്കിയുള്ളതും പൂർണ്ണമായി തന്നെ കൊടുത്തു തീർക്കാനുള്ള നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു നയത്തിൻ്റെ ഭാഗമാണ്. ആ നയം ഉദാരവൽക്കരണ നയത്തിൽ നിന്ന് വ്യത്യസ്തമായതാണ്. അതുകൊണ്ടാണ് ജനങ്ങളെ കാണുന്നത്, ജനങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാറ്റങ്ങൾ കുറിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ആരോഗ്യ മേഖല ആകെ സമ്പുഷ്ടമായില്ലേ? എന്താ മാറ്റം? നേരത്തെയുള്ള അവസ്ഥയാണോ? നേരത്തെ ഇല്ല എന്നല്ലേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഇന്നെല്ലാം ആയില്ലേ? നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകുന്നു. 800-ൽ പരം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളത് പൂർത്തിയാകുന്നു. താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രിയെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ചേർന്നൊരുങ്ങുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നല്ല രീതിയിലുള്ള മാസ്റ്റർ പ്ലാൻ അതിൻ്റെ വികസനത്തിന് വേണ്ടി നടപ്പാക്കുന്നു.